നമസ്തേ. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് സെമ്മുകാരുടെ ഹിന്ദിയാണ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ ഓൾറെഡി ബിഗഡേൽ ബച്ചയുടെ ഷോർട്ട് സമ്മറിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായി. അത് കാണാത്തവർ കണ്ടു നോക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ലഘു കഥയാണ്. ടോമിൻ കാക്കി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചിത്ര മുദ്ഗലിൻ്റെ ഒരു ലഘു കഥയാണ്. നമ്മളിനി ഷോർട്ട് സമ്മറിയാണ് അതിൻ്റെ പറയാനായിട്ട് പോണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലഘു കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്ക് ചിത്ര മുദ്ഗലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോമൺ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ചിത്ര മുദ്ഗലിൻ്റെ ജന്മം എന്ന് പറയുന്നത് 10 ഡിസംബർ 1944. അപ്പോൾ 10 ഡിസംബർ 1944 ചിത്ര മുദ്ഗൽ എന്ത് ചെയ്തിട്ടുള്ളത്, ജനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചിത്ര മുദ്ഗലിൻ്റെ പ്രമുഖമായിട്ടുള്ള കൃതിയാം അല്ലെങ്കിൽ രചനയാം ഏതൊക്കെയാണ്? ആവ, ഏക് ജമീൻ അപ്പനി, ഗിലി ഗഡു, ദൂർ കെ ഡോൽ, സൂജ് ബുജ, ഇതൊക്കെയാണ് പ്രമുഖമായിട്ടുള്ള കൃതികൾ. അതുപോലെ തന്നെ ഇതിനെല്ലാം തന്നെ കുറച്ച് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? വ്യാസ സമ്മാൻ, ഇന്ദു ശർമ്മ കഥാ സമ്മാൻ, സാഹിത്യ സമ്മാൻ. ഇതൊക്കെ എന്താണ് ചിത്ര മുദ്ഗലിൻ്റെ പ്രശസ്തമായ കൃതികൾക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് പുരസ്കാരങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ചിത്ര മുദ്ഗലിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നമ്മൾ ലഘുകഥയിലേക്ക് വരികയാണ്. അപ്പോൾ ടോമിൻ കാക്കി में चित्रा मुद्गल जी ने हमारे समाज में पनप रही छुआछूत और जातिवाद का चित्रण किया है. അപ്പോൾ ഈ ഒരു ലഘുകഥ ചിത്ര മുദ്ഗലിൻ്റെ ഈ ഒരു ലഘുകഥയിൽ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അതായത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചുവാച്ചുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അൺടച്ചബിലിറ്റിയിലെ തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ ജാതിവാദിനെ കുറിച്ചൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ചിത്രം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മുടെ ഈ ഒരു ലഘുകഥയിൽ എന്താണ്, നമ്മുടെ സമൂഹത്തിൽ നിലനിന്ന് പോന്നിരുന്ന തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ ജാതിയുടെ പേരിലുള്ള വേർതിരിവുകൾ, അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ലഘുകഥ നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ ലേഖികയുടെ ഗ്രാമത്തിലുള്ള വീട്ടിലാണ്. ഗ്രാമത്തിലുള്ള വീട്ടിലേക്ക് വെക്കേഷന് വേണ്ടിയിട്ട് ലേഖിക പോവുമ്പോൾ അവിടെ വെച്ച് നടക്കുന്ന ഒരു ചെറിയ സംഭവമാണ് ലേഖിക എന്താക്കി തീർത്തിരിക്കുന്നത്, ലഘുകഥയാക്കിയിട്ട് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു സംഭവം? രത്നി നാമക് टॉम विभाग की महिला जो लेखिका के गाँव के घर में सफाई के लिए आती थी. അപ്പോൾ നമ്മുടെ ലേഖികയുടെ ഗ്രാമത്തിലുള്ള വീട്ടിൽ ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് രത്തനി എന്ന് പറഞ്ഞിട്ട് പേരുള്ള ഒരു ടോം വിഭാഗത്തിൽ പെട്ട, അത് ജാതിവാദിനെ കാണിക്കാൻ വേണ്ടിയിട്ട് പറയണതാണ്, ടോം വിഭാഗത്തിൽ പെട്ട ഒരു സ്ത്രീ എന്തിനു വേണ്ടിയിട്ട് വന്നിരുന്നു? സഫായി കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ലേഖികയുടെ ഗ്രാമത്തിലുള്ള ഗാവിലുള്ള ഗറിലേക്ക് വന്നിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. उसे 6 साल की बच्ची ने टॉमिन कहकर पुकारा तब दादी ने उसके गाल पर चाटा मर दिया. അപ്പോൾ ഇവിടെ പറയുന്നത് ആ സമയത്ത് രത്തനി വരുന്ന സമയത്ത് നമ്മുടെ ലേഖികയ്ക്ക് എത്ര വയസ്സാണ്? വെറും 6 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ഈ ഒരു കഥ നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് രത്തനി വരുമ്പോൾ ഒരു ദിവസം ഈ ഒരു കുട്ടി അല്ലെങ്കിൽ ഈ ഒരു ലേഖിക എന്ത് ചെയ്യാണ്? ടോമിൻ എന്ന് വിളിക്കുകയാണ്. രത്തനീനെ ടോമിൻ എന്ന് അറിയാതെ വിളിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അത് കേൾക്കുന്ന ലേഖികയുടെ ദാദി, ലേഖികയുടെ അച്ഛൻ്റെ അമ്മ എന്ത് ചെയ്യാണ്? ആ കുട്ടീനെ അടിക്കുകയാണ് ചെയ്യുന്നത്. ബച്ചി ഡർ ഗയി ഓർ സമജ് ഗയി കി ബഡേ ബൂട്ടോം കാ ആധാർ കർണാ ചാഹിയെ. അപ്പോൾ കുട്ടി എന്ത് ചെയ്യും? പെട്ടെന്ന് പേടിച്ചു പോയില്ലേ അടി കിട്ടിയപ്പോൾ. പക്ഷെ കുട്ടിക്ക് മനസ്സിലായി അങ്ങനെ റെസ്പെക്റ്റ് ഇല്ലാതെ മുതിർന്നവരെ വിളിക്കരുത്, പകരം ടോമിൻ കാക്കി എന്നാണ്, ടോമിൻ അമ്മായി എന്നാണ് വിളിക്കേണ്ടത്, അല്ലാതെ പേരെടുത്ത് വിളിക്കാൻ പാടില്ലെന്ന് കുട്ടിക്ക് ആ അടി കിട്ടുമ്പോൾ മനസ്സിലാവാണ് കേട്ടോ. ഇത്രേ പറഞ്ഞത് ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഇനി അടുത്ത പാരഗ്രാഫ് നോക്കാം. അതിലെന്താ പറയണേ? ലേക്കിൻ ജബ് കുച്ച് ദിനോ ബാദ് ദാദി ने अनाज और बासी रोटी रतनी को देने कहा तब बच्ची ने अनाज डालते समय कुछ बिगड़ गया और रतनी की मदद करने लगी. बच्ची को दादी ने 2 बार तमाच मारा. അപ്പോൾ ഇവിടെ പിന്നെ ആ ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചു. എന്താ ഉണ്ടായത്? ദാദി പറയാണ് കുട്ടിയോട്, അവിടെ ബാക്കി ബാലൻസുള്ള അരിയും അതുപോലെ തന്നെ തലേ ദിവസത്തെ കുറച്ച് റൊട്ടി ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്ത് രത്തനിക്ക് കൊടുക്കാനായിട്ട് പറയുന്നു. കുട്ടി എന്ത് ചെയ്യാണ്? ഈ ഒരു അരിയും അതുപോലെ തന്നെ റൊട്ടിയും കൊടുക്കുന്ന സമയത്ത് കുറച്ച് അരി താഴെ പോവാണ്. അപ്പോൾ താഴെ പോയ
അരി എടുക്കാനായിട്ട് രത്തനി നോക്കുമ്പോൾ രത്തനീനെ സഹായിക്കാനായിട്ട് കുട്ടി എന്ത് ചെയ്യും, അത് പറക്കാനായിട്ട് സഹായിക്കും. അപ്പം അറിയാതെ എന്ത് വന്നു, അവിടെ ഒന്ന് തൊട്ടുപോവാണ്. രത്തനിയും ആ കുട്ടിയുടെ കൈകൾ തമ്മിൽ തൊടുന്നു. ഇത് കണ്ടുവരുന്ന ദാദി എന്ത് ചെയ്യാണ്, കുട്ടീനെ വീണ്ടും ചെകിടത്തേക്ക് മുഖത്തേക്ക് 2 വട്ടം വീണ്ടും തല്ലാണ് ചെയ്യണേ. ബച്ചി പരേശാൻ ഹോ ഗയി, ഇസ് ബാർ तो उसने रत्नी की मदद की दी, फिर भी उसे क्यों मार पड़ी, वो समझ नहीं पाई कि आपके बार की गलती क्या दी. അപ്പോൾ ഇപ്പോഴും കുട്ടി പെട്ടെന്ന് സ്തംഭിച്ച് നിൽക്കുകയാണ്. അതായത് ഞാൻ എന്താ ചെയ്തത്, ഞാൻ രത്തനീനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ റെസ്പെക്റ്റ് ഇല്ലാതെ ഒന്നും പെരുമാറിയിട്ടില്ല. ഈ വട്ടം ഞാൻ റെസ്പെക്റ്റോട് കൂടിയിട്ട് സഹായിക്കുകയാണ് ചെയ്തത്. ഈ വട്ടം എന്താണ് എൻ്റെ ഭാഗത്ത് തെറ്റ്, കുട്ടിക്ക് മനസ്സിലാവുന്നില്ല കുട്ടി ചെയ്ത തെറ്റെന്തായിരുന്നു എന്ന്. ഈ വട്ടം ഹെൽപ്പ് ചെയ്തിട്ട് കൂടി ദാദി എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, അടിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ആ കുട്ടീനെ എന്തിനു വേണ്ടിയിട്ടാണ് തല്ലണത്, തൊട്ടത് കൊണ്ടാണ് അല്ലേ. ആ സമയത്ത് നിലനിന്നിരുന്ന ചുവാച്ചുത്ത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ദാദി കുട്ടീനെ തല്ലുന്നത്. അപ്പോൾ ഊഞ്ചി ജാതി കെ ലോഗ് നീचे जाति के लोगों से अपने घर का सहारा कम करवाते हैं, लेकिन उनकी छूने मात्र से उनका धर्म भ्रष्ट हो जाते हैं, ऐसे मानते हैं. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു രത്തനി എന്തിനു വേണ്ടിയിട്ടാണ് ലേഖികയുടെ വീട്ടിൽ വരുന്നത്, സഫായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ ക്ലീനിങ് ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു നീച്ച ജാതിയുള്ള ആളുകൾ ചെയ്തുകൊണ്ട് നമുക്ക് ഊച്ച ജാതിയിലുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. പക്ഷെ തൊട്ട് കഴിഞ്ഞാൽ മാത്രം അവർക്ക് എന്ത് സംഭവിക്കുകയാണ്, അവരുടെ ധർമ്മം ഭ്രഷ്ടായി പോവുകയാണ്. അല്ലാതെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നീച്ച ജാതിയിലുള്ളവർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അന്ന് കാലത്ത് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയെക്കുറിച്ചാണ് ലേഖിക ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അല്ലോ. അതുപോലെ തന്നെ छुआछूत जाति संप्रदाय की यही विडंबना ലേഖിക ने ടോമിൻ കാക്കി മേ പ്രസ്തുത കി ഹി. അപ്പോൾ ടോമിൻ കാക്കിയിലൂടെ ലേഖിക നമുക്ക് കാണിച്ചു തരുന്നത് അന്ന് കാലത്ത് നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയും അതുപോലെ തന്നെ ജാതി സമ്പ്രദായത്തെക്കുറിച്ചൊക്കെയാണ് കേട്ടോ. അതുപോലെ ലേഖിക എന്ത് പറഞ്ഞാണ് അവസാനിപ്പിക്കണേ, ഭാരതീയ സമാജ് മേം ജാതിവാദ് കി യഹി സീഖ് പരമ്പരാവും സെ ചലി ആ രഹി ഹെ और അഗലി പീढ़ി കോ ബി സിക്കായി ജാ രഹി ഹെ. അപ്പോൾ ഈ ഒരു തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ ഈ ഒരു ജാതിവാദ് എന്താണ്, പരമ്പര തോറും മുന്നോട്ട് പോവും, വരും തലമുറയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യണേ അല്ലേ. ഇപ്പോൾ ഇവിടെ ഈ ലേഖികയ്ക്ക് ദാദി എന്ത് ചെയ്യാണ്, അത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്, അതെന്താണ് ജാതിവാദമാണ്, ചുവാച്ചുത്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വളർത്താണ്. അപ്പോൾ അത് ഇത്രയും നാളും തലമുറ തോറും അങ്ങനെ വന്നിരുന്നതാണ്. ഇനിയും എന്ത് ചെയ്യും, ഇനിയും അങ്ങനെ തന്നെ അത് പരമ്പര തോറും എല്ലാവരിലൂടെയും കടന്നു പോകുന്നതാണ് ഇവിടെ ലേഖിക പറയുന്നത് കേട്ടോ. അപ്പം അന്ന് കാലത്ത് ഇപ്പോൾ വളരെ കുറവാണെങ്കിലും പല സ്ഥലങ്ങളിലും അത് നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് കാലത്തും അത് നല്ല രീതിയിൽ നിലനിന്നിരുന്നു. അത് എടുത്തു പറയാണ് ലേഖിക ഈ ഒരു ടോമിൻ കാക്കിയിലൂടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷോർട്ട് സമ്മറി പറഞ്ഞത് ഓക്കെയാണ്. ഏകദേശം ടോമിൻ കാക്കിയുടെ ആ ഒരു കഥയെക്കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻസ് വന്നാൽ അറ്റൻഡ് ചെയ്യാനുള്ളത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയതുകൊണ്ട് ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ട്. നമ്മുടെ ചാനൽ ഇതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തേക്കാം കേട്ടോ.